ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പ്രഗ്നൻസി ജേണിയെക്കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എനിക്ക് തുടക്കത്തിൽ തന്നെ പനിയായിരുന്നു. പനി കുറവില്ലാതെ ഇപ്പോൾ ഡോക്ടറെ കാണിച്ച് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ ഡോക്ടർ എൻ്റെ അടുത്ത് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. കാരണം പീരീഡ്സിൻ്റെ ഡേറ്റിന് അന്നായിരുന്നു എനിക്ക് പനി ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെസ്റ്റ് എക്സ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എക്സസൈസ് ചെയ്യണം, പീരീഡ്സ് ആവാത്ത സ്ഥിതിക്ക് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ HCG പോസിറ്റീവായിരുന്നു. അങ്ങനെ കാർഡ് ടെസ്റ്റ് നോക്കിയായിരുന്നു, അതും പോസിറ്റീവായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ചിട്ട് നമ്മൾ മെറ്റേണിറ്റി റെഡിയാക്കി. അതിനുള്ള കവറേജ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. നമുക്ക് വേണ്ട ബേസിക് ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നുണ്ട് ഇൻഷുറൻസിൽ. നമുക്ക് കോ പേയ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഇസ്മായിൽ പോളിക്ലിനിക്കിലാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് 3rd മന്തിൽ നമുക്ക് NT സ്കാനിങ് വരുന്നുണ്ട്. NT സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നമുക്ക് നോർമലായിരുന്നു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. അത് എനിക്ക് പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ചില നേരത്ത് ഗ്യാസ് കയറിയിട്ട് ഒരു ചെറിയൊരു വൊമിറ്റിംഗ് ഉണ്ട്, അല്ലാതെ വേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഫുൾ ടൈം ലൂസ് സ്റ്റൂളായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോൾ ചെറിയൊരു കഫ് വന്നായിരുന്നു. ഡോക്ടർ വേറെ മെഡിസിനും തന്നില്ല, ഒരു കഫ് സിറപ്പ് തന്നത് ആയുർവേദിക്കിൻ്റെ, അത് കഴിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ചുമയ്ക്കുമ്പോഴൊക്കെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യണം അടിയിൽ, അങ്ങനെ വേണം ചുമയ്ക്കാനൊക്കെ. പിന്നെ ഇടയ്ക്ക് എനിക്ക് വജൈനൽ പെയിനും കാര്യങ്ങളും ക്രാമ്പിങ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകമായി പറയാനുള്ള കാര്യം, എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ട്. ഇൻസൈഡ് ഓഫ് ദ യൂട്രസിലും ഔട്ട് സൈഡ് ഓഫ് ദ യൂട്രസിലും ഫൈബ്രോയിഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കണം, കുഞ്ഞിനെ ഓരോ മാസം നമ്മൾ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് സ്കാനിങ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ ബെഡ് സൈഡ് സ്കാനിങ് ഒക്കെ നമ്മൾ 2 വീക്സ് കൂടുമ്പോൾ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ചെറിയ സ്പോട്ടിങ് കണ്ടു. അങ്ങനെ സ്പോട്ടിങ് കണ്ടപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രൊജസ്ട്രോണിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ നെക്സ്റ്റ് വീക്ക് ഡോക്ടറെ എത്തി വരാൻ പറഞ്ഞു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് ചിലപ്പോൾ ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ടായിരിക്കാം ഡോക്ടർ പറഞ്ഞായിരുന്നു. പിന്നെ NT സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ ഡബിൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബിൾ മാർക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തായിരുന്നു. അത് ഇന്നലെ നമ്മൾ ഡോക്ടറെ കാണിച്ച് നോർമലായിരുന്നു. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പറയാം. ബൈ ബൈ.